തമിഴിൽ നിന്ന് ഈ വർഷം വരുന്ന ഏറ്റവും വലിയ സിനിമയാണ് ജയിലർ. ഇന്ന് ജയിലർ റിലീസായിട്ട് 3 വർഷമായി. അപ്പോൾ ജയിലറിന്റെ അടുത്ത പാട്ടിന്റെ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങുന്നത് ഈ മാസമാണ്. ജയിലർ 2നെ കുറിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അന്യ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ജയിലർ 2. തമിഴ് സിനിമയുടെ 1000 കോടി സ്വപ്നം ഇപ്പോ ജയിലർ 2 മാത്രമാണ്. അതല്ലാതെ അത്രയ്ക്കും ഹൈ പൊട്ടൻഷ്യലുള്ള പടങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ലോകി വിചാരിക്കണം, അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷത്തെ തമിഴ്നാട് ഇയർ ടോപ്പർ അത് ജയിലർ 2 ആയിരിക്കും. ഇപ്പൊ ഇതുവരെ കറുപ്പായിരുന്നു, ഇപ്പൊ അത് ജനനായകനാണ്. ജയിലർ 2 വരുമ്പോ അത് വീണ്ടും മാറും. ഇപ്പൊ ജയിലർ 2ന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ, ജയിലർ 2 സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഈ മാസം ലാസ്റ്റ് പുറത്തുവിടുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. AK-66 നമ്മുടെ തല അജിത്തിന്റെ 66ാമത്തെ പടം, ഒരു വലിയ സിനിമയാണ്. പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ശങ്കർ ആണ്. ശങ്കറിന്റെ അടുത്ത വേൽപ്പാരി സിനിമയ്ക്ക് മുമ്പ് അജിത്തുള്ള പടമാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. പടത്തിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഫൈനൽ സ്റ്റേജിലാണ്. ശങ്കർ ഇന്ത്യൻ 3ക്ക് ശേഷം ഈ പടം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അജിത്ത് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ആദ്യം ഡയറക്ട് ചെയ്യുന്ന ഡെയർ ഡെവിൾ ആണ്. അത് കഴിഞ്ഞ് AK-65 പടം സംവിധാനം ചെയ്യുന്നത് വെങ്കട് പ്രഭു ആണ്. അപ്പോ AK-66 ശങ്കർ ആയിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. വാരണാസി, SS രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു സിനിമയാണ് വാരണാസി. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏറ്റവും ചിലവേറിയ 2ാമത് സിനിമയാണ് ഇപ്പൊ വാരണാസി. ഇതുവരെ 1000 കോടിക്ക് മുകളിൽ ഈ പടത്തിന് ചിലവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യത്തെ സിനിമ രാമായണയാണ്, 4000 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ്. ഇതൊരു ടൈം ട്രാവൽ, മിത്തോളജിക്കൽ ആക്ഷൻ, ഗ്ലോബൽ അഡ്വഞ്ചർ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയി വരുന്ന ഒരു വലിയ സ്കെയിൽ സിനിമയാണ്. IMAX ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാണ് വാരണാസി. ഇപ്പോ വാരണാസി സിനിമയുടെ പ്ലോട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. 2027 ഭൂമി ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു. 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളടക്കം അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന 75% സ്പീഷീസുകൾക്കും വംശനാശം സംഭവിച്ചത് ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് പതിച്ചത് കാരണമാണ്. ഇന്നത്തെ മെക്സിക്കോയിലാണ് അന്നത്തെ ആ ആസ്ട്രോയിഡ് വന്ന് പതിച്ചത്. ഇപ്പോ അതുപോലൊരു ആസ്ട്രോയിഡ് ഭൂമിയെ ലക്ഷ്യമാക്കി വീണ്ടും വരുന്നു. അത് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങും. ശംഭാവി എന്നാണ് ആ ആസ്ട്രോയിഡിന്റെ പേര്. ഈ ആസ്ട്രോയിഡ് വന്ന് പതിക്കുന്നത് വാരണാസിയിലാണ്. ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ പതിച്ചാൽ ഇപ്പൊ ഭൂമിയിലുള്ള പല സ്പീഷീസുകൾക്കും വംശനാശം വരെ സംഭവിച്ചേക്കാം. സയൻസ്, ടെക്നോളജി, ഇതിനൊന്നും ആസ്ട്രോയിഡിൽ നിന്നും വാരണാസി രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ആസ്ട്രോയിഡ് വരുമെന്ന് അന്നത്തെ പണ്ഡിതന്മാര് പ്രവചിച്ചിരുന്നു. ആ ഗ്രഹത്തിൽ നിന്നും വാരണാസി രക്ഷിക്കാനുള്ള കാര്യങ്ങളും പ്രവചിച്ചിരുന്നു. അങ്ങനെ ശംഭാവി എന്ന ആസ്ട്രോയിഡിൽ നിന്നും വാരണാസി രക്ഷിക്കാൻ വേണ്ടി ഒരു കോസ്മിക് ആർട്ടിഫാക്ട് കണ്ടെത്താൻ പോകുന്ന ഒരു ആർക്കിയോളജിസ്റ്റിന്റെ കഥയാണ് വാരണാസി. ഇതൊരു ഗ്ലോബൽ അഡ്വഞ്ചർ മൂവിയാണ്. പല പല കാലഘട്ടങ്ങളിലേക്കും യുഗങ്ങളിലേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ കഥ പോകുന്നുണ്ട്. വാരണാസിയിൽ നിന്ന് തുടങ്ങി ആഫ്രിക്ക, മഡഗാസ്കർ, അന്റാർട്ടിക്ക, ഏൻഷ്യൻ റോം, അങ്ങനെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് മൊത്തം ടൈം ട്രാവൽ നടത്തുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത്. കൽക്കി 2024 റിലീസായ പ്രഭാസിന്റെ മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു കൽക്കി. 3 ഭാഗങ്ങളായി വരുന്ന കൽക്കി ട്രിലോജിയുടെ ആദ്യ ഭാഗമായിരുന്നു കൽക്കി 2898 AD. പടത്തിന്റെ 2ാം ഭാഗത്തിന്റെ ഷൂട്ട് ഇപ്പോ നടന്നു വരികയാണ്. സിനിമയിൽ പ്രഭാസ് ഒഴികെയുള്ള കമൽഹാസൻ, അമിതാഭ് ബച്ചൻ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോ ഷൂട്ട് ചെയ്യുന്നത്. പ്രഭാസ് സ്പിരിറ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ കൽക്കി 2 ജോയിൻ ചെയ്യൂ. അത് മാത്രമല്ല, നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് കൽക്കി 2 പ്രഭാസിന് ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറഞ്ഞ സ്ക്രീൻ ടൈം ആയിരിക്കും. കൂടാതെ പുതിയ ഒരുപാട് കാസ്റ്റുകൾ കൂടി പാർട്ട് 2 വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാറുകളും വരുന്നുണ്ട്. നാനിയുടെ പേരൊക്കെ ലിസ്റ്റിലുണ്ട്. കൂടാതെ ഫസ്റ്റ് പാർട്ടിൽ ചെറിയ ക്യാമറയിൽ വന്ന ദുൽഖറും പാർട്ട് 2 ഉണ്ടാവും. പിന്നെ ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു റൂമർ എത്തിയിട്ടുണ്ട്. റൂമറാണ്, അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് റൂമർ എന്ന് പറഞ്ഞത്. ഇനിയും കൺഫേം ആയിട്ടില്ല. പക്ഷെ കൽക്കി ഇറങ്ങിയ ടൈമിലും ഇങ്ങനെ റൂമർ ഉണ്ടായിരുന്നു. അതായത് കൽക്കി സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള നാഗേശ്വരന്റെ ഡയറക്ഷനില് നമ്മുടെ സൂര്യയുടെ ഒരു പടം വരുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. എന്നാൽ ഇപ്പോ ഈ ഒരു അപ്ഡേറ്റ് ഒരു നെക്സ്റ്റ് ലെവൽ റൂമറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൂമർ എന്താന്ന് വെച്ചാൽ നാഗേശ്വരൻ സൂര്യ വെച്ച് ഡയറക്ട് ചെയ്യുന്നത് കൽക്കിയിലാണ്. കൽക്കി സിനിമയുടെ അടുത്ത ഭാഗങ്ങളിൽ ഒരു പ്രധാന വേഷത്തില് സൂര്യ ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റ്. ഇതിന്റെ ഭാഗമായി സൂര്യൻ നാഗേശ്വരനും തമ്മിൽ കുറെ നാളായിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. എല്ലാം ഒത്തു വന്നാൽ കൽക്കി 2 ഒരു സൂര്യ എൻട്രി പ്രതീക്ഷിക്കാം.